ഹായ്, ഞാൻ ദീപ. ഞാൻ ഒത്തിരി മീൽ പ്രിപ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതും കുക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഉച്ചയ്ക്കത്തേക്കും വൈകിട്ടത്തേക്കും ഒക്കെ ഉള്ള ഫുഡിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മീൽ പ്രിപ്പറേഷൻ ആണ്. രാവിലെ എണീക്കുമ്പോൾ ഒരു അരമണിക്കൂറോളം എൻ്റെ ബോഡി സ്റ്റിഫായിരിക്കും. സോ എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ചൂടും തണുപ്പും ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് തന്നെ ബോഡിയിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു മെയിൻ ഇത് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം. അതാണ് ഒരു വൈകുന്നേരം കൂട്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും. ഞാൻ ചെയ്യുന്നത് കുറച്ചധികം കടലക്കറി ഉണ്ടാക്കി വെക്കും. ഇന്നിപ്പം ഞാൻ അതാ ചെയ്തു വെച്ചത്. കുറച്ചധികം കടലക്കറി ഉണ്ടാക്കി വെക്കും. അത് ഇച്ചിരി കുറുക്കി ഉണ്ടാക്കിയിട്ട് തണുപ്പിച്ച്, അതായത് ഒരു കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ തണുപ്പിക്കും. ഞാൻ വെള്ളത്തിലൊക്കെ വെച്ച് അത് തണുപ്പിച്ചെടുത്തിട്ട് കണ്ടെയ്നേഴ്സിലാക്കി, അതായത് ഓരോ ദിവസം എത്ര എടുക്കണം എന്നുള്ള പോർഷനെ ബേസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. കടലക്കറിക്ക് ഒപ്പം പോകുന്ന കുറച്ച് സാധനങ്ങൾ ചിലത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെക്കും, ചിലത് ഞാൻ അന്ന് രാവിലെ ഉണ്ടാക്കത്തുള്ളൂ. സോ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധനങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ കടലക്കറിക്കൊപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചധികം പുട്ടും ഇടിയപ്പം. അത് ഞാൻ ഒത്തിരി ദിവസത്തേക്ക് വെക്കേണ്ടതാണെങ്കിൽ തേങ്ങ ഇടാതാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വേണമെന്നുള്ളെങ്കിൽ അന്നേരം ആഡ് ചെയ്യത്തേ ഉള്ളൂ. അത് തേങ്ങയുടെ ഒരു വ്യത്യാസം വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അന്ന് എന്നാണോ എടുക്കുന്നത് അന്നത്തെ ദിവസം കുറച്ച് തേങ്ങ നമ്മൾ എന്തായാലും ആവി കയറ്റും രാവിലെ എടുക്കുമ്പോൾ. അപ്പോൾ അന്നത്തെ ദിവസം തേങ്ങ ഇട്ടങ്ങോട്ട് ആവി കയറ്റത്തേ ഉള്ളൂ. ഇല്ല തേങ്ങ ഇടാതെയും ഓക്കെയാണ്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് പുട്ടും ഇടിയപ്പം ഉണ്ടാക്കി വയ്ക്കും. ഇനി കടലക്കറി സ്റ്റോക്ക് ഉണ്ടല്ലോ. സോ നമുക്ക് ഇപ്പോൾ രാവിലെ ഇതൊന്നും ഇല്ല, പുട്ടും ഇടിയപ്പം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് രാവിലെ വല്ല ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ അപ്പോൾ ഒക്കെ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് അപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് സാമ്പാർ ഞാൻ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഈ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കടല, സാമ്പാർ, അതുപോലെ സവാള തക്കാളിയുടെ ഒരു ബേസ് കറിയില്ലേ, ഇത്രയും സാധനങ്ങളാണ് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അത് 1.5 ആഴ്ച വരെ എനിക്ക് പോകാറുണ്ട് ഫ്രീസറിൽ ഞാൻ വെക്കാറില്ല. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യം വരുന്നില്ല, അതിന് മുമ്പ് തന്നെ അത് തീർന്നു പോകും. സോ 1.5 ആഴ്ച നമുക്ക് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്തത് സാമ്പാറും ബൾക്കായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശമാവ് ഉണ്ടാക്കി വെക്കുകയോ ചെയ്യുന്നത്. ഞാൻ ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കി വെക്കാറില്ല. അത് അന്നന്ന് രാവിലെ ആവശ്യത്തിന് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് അത്ര സെറ്റായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, കാരണം എഫേർട്ട് സെയിം ആണ്. ദോശയും ഇഡ്ഡലിയും ഉണ്ടാക്കുന്ന എഫേർട്ട് രാവിലെ എടുത്ത് എന്തായാലും നമ്മൾ ഈ പുട്ടും ഇടിയപ്പം ഒക്കെ നമുക്ക് ആവി കയറ്റണമല്ലോ. സെയിം വേ നമ്മൾ ഇഡ്ഡലിയും ഇതും ആവി കയറ്റേണ്ടി വരും. സോ ആ ആവി കയറ്റുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ദോശയും നമ്മുടെ ഇഡ്ഡലിയും നമുക്ക് ഉണ്ടാക്കുന്ന തന്നെയാണ് എളുപ്പം. അപ്പം ഉണ്ടാക്കുന്ന തന്നെ എളുപ്പം. കാരണം അടുക്കള മെസ്സാവത്തില്ല. അടുക്കള മെസ്സാവുന്ന കേസ് എന്ന് പറയുന്നത് ഇടിയപ്പം പുട്ടും ഉണ്ടാക്കുമ്പോഴാണ്. നമ്മൾ അതിൻ്റെ പൊടി, പിന്നെ ഇടിയപ്പം കുഴച്ച് നമ്മൾ അതിൻ്റെ ഇടിയപ്പം പീച്ചുന്ന സാധനം കഴുകണം. അങ്ങനെ ഒത്തിരി എഫേർട്ട് വരുന്നതെല്ലാം നമുക്ക് ഇടിയപ്പം പുട്ടിൻ്റെയും കേസിലാണ്. പിന്നെ ഉള്ളത് കുറുമക്കറിയാണ്. കുറുമക്കറിയും ഇതുപോലെ തന്നെ ബൾക്കായിട്ട് ഉണ്ടാക്കി വയ്ക്കും. കുറുമക്കറി നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ചപ്പാത്തി അന്ന് രാവിലെ ഉണ്ടാക്കാറുള്ളൂ, കുഴച്ച് വയ്ക്കുന്ന പരിപാടിയില്ല. പരത്തുന്നത് എനിക്ക് വലിയ പാടായിട്ട് തോന്നില്ല. അന്നത്തെ ദിവസം കുറച്ച് പേർക്ക് എല്ലാവർക്കും ഒരു 3-4 എണ്ണം വെച്ച് ഉണ്ടാക്കുന്നതിന് വലിയ എഫേർട്ട് തോന്നിയിട്ടില്ല. ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും കറി ഓൾറെഡി റെഡി ആണെങ്കിൽ നമ്മൾ 6 മണിക്കാണ് എണീക്കുന്നതെങ്കിൽ ഇച്ചിരി ഒന്ന് സമാധാനമായിട്ട്, കാരണം എനിക്ക് ചാടി ഓടി അടുക്കളയിലോട്ട് വരാനായിട്ട് പറ്റാറില്ല. സോ ഇച്ചിരി ഒന്ന് സമാധാനത്തിലിരുന്ന് അത്യാവശ്യം ചായയൊക്കെ കുടിച്ച് പയ്യെ എണീറ്റ് വന്ന് നമ്മളൊരു 5 മിനിറ്റ് എടുക്കത്തുള്ളൂ കുറുമക്കറി ഒന്ന് ചൂടാക്കാനായിട്ട്. ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് ഇച്ചിരി കറിവേപ്പില ഇട്ടൊന്ന് ചൂടാക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് 7 മണിക്കകത്ത് സംഭവം റെഡിയാവും. പിന്നെ